ഇന്ന് നമുക്ക് ഒരു അടിപൊളി ബീഫ് കറി ഉണ്ടാക്കാം കേട്ടോ. ബീഫിൻ്റെ ഷോൾഡർ പീസാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അത് സ്മോൾ പീസായിട്ട് കട്ട് ചെയ്ത് നന്നായി വാഷ് ചെയ്ത് വെള്ളമൊക്കെ കളഞ്ഞ് ഡ്രെയിൻ ചെയ്തെടുക്കുക. ഇനി നമുക്ക് അതിനാവശ്യമായിട്ടുള്ള മസാലപ്പൊടികളൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കാം. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, പിന്നെ ഏതെങ്കിലും ഒരു മീറ്റ് മസാല, ഇതെല്ലാം ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ തന്നെ നമ്മുടെ കിച്ചണിൻ്റെ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ. ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് പീസുകളെല്ലാം ഒരു കുക്കറിയിട്ട് മാറ്റി ആവശ്യത്തിന് നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന മസാലകളും സവാള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം അതിലിട്ടിടുക. പിന്നെ ആവശ്യത്തിന് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഉപ്പും വെളിച്ചെണ്ണയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ആവശ്യമുണ്ടെന്ന് തോന്നിയാൽ മാത്രം വെള്ളം ഒഴിക്കുക കേട്ടോ. ഇവിടുത്തെ ബീഫിന് എങ്ങനെ വെള്ളത്തിനെന്ന് അറിയാത്തതുകൊണ്ടാണ് ഞാൻ വെള്ളം ഒഴിച്ചത്. എന്നിട്ടത് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 3 വിസിൽ വരാൻ പാകത്തിന് വെയിറ്റ് ചെയ്യുക. 3 വിസിൽ വന്നതിന് ശേഷം അതിൻ്റെ പ്രഷർ കളഞ്ഞത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് വേറൊരു പാൻ എടുത്തിട്ട് ആ പാനിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. ഗരം മസാലയുടെ കുറച്ച് മിക്സുകളായ സാധനങ്ങളെല്ലാം അതിലിട്ട് ആഡ് ചെയ്യുക. അതിനുശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുക. പിന്നെ വീണ്ടും കുറച്ച് സവാളയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും കുറച്ച് തക്കാളിയും കൂടി ആഡ് ചെയ്ത് നന്നായി വഴറ്റിയെടുക്കുക. അത് വഴറ്റി വന്നതിന് ശേഷം ഉപ്പും പിന്നെ കാച്ചി വെച്ചിരിക്കുന്ന മസാലകളെല്ലാം അതിലേക്ക് ഇടുക. അതും ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ആഡ് ചെയ്യുക. ഇനി അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് സ്പൈസി കയറി നിന്നോട്ടെ, കുറച്ച് നല്ല എരിവ് കിട്ടാൻ പറ്റും ആവശ്യത്തിന് കുരുമുളക് പൊടി ഇട്ടിട്ട് അതൊന്ന് നന്നായിട്ട് ഇളക്കി ഒന്ന് അടച്ചു വയ്ക്കുക. അതിനുശേഷം നമുക്ക് ഈ ബീഫിലേക്കൊന്ന് കടുക് തളിച്ചിടാം കേട്ടോ. അപ്പോൾ ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന അടിപൊളി ബീഫ് റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നെയ്ച്ചോറിൻ്റെ ഒപ്പം ഇത് അടിപൊളിയാണ് കേട്ടോ. നെയ്ച്ചോറിൻ്റെ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ഇടണേ. അപ്പോൾ താങ്ക് യു, ബൈ ബൈ.